വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് PHPയിൽ അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് നോക്കാം. എനിക്കിവിടെ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു നെയിം സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. നെയിം സ്പേസ് വെഹിക്കിൾസ്. നെയിം സ്പേസ് ടോപ്പിൽ നമ്മൾ വേറെ എന്തെങ്കിലും കോഡ് കൊടുക്കുന്നതിന് മുമ്പാണ് നെയിം സ്പേസ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ക്ലാസിൻ്റെ കീവേഡിൻ്റെ മുമ്പ് ഞാൻ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട് സ്പേസ് ക്ലാസ് കാർ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിനോട് ആ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയാം. അതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നോർമൽ ഫംഗ്ഷൻസും മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒക്കെ സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻസും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാവുന്നതാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ ക്ലാസ്സിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പബ്ലിക് നെയിം ഉണ്ട്. അതേപോലെ തന്നെ ഒരു നോർമൽ കൺസ്ട്രക്ട് ഫംഗ്ഷൻ ഉണ്ട്, അതിൽ നെയിമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെയിം പാസ് ചെയ്യണം, കാരണം ഇവിടെ കൺസ്ട്രക്റ്റ് ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രക്റ്റിലേക്ക് നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആ ഒരു നെയിം സെറ്റ് ചെയ്യും. പിന്നെ എനിക്കുള്ളത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്, അബ്സ്ട്രാക്ട് പബ്ലിക് ഫംഗ്ഷൻ ഇൻട്രോ. എന്നിട്ട് അവിടെ ഫംഗ്ഷൻ സാധാരണ നമ്മൾ കേളി ബ്രേസ് ഉപയോഗിച്ച് ഫംഗ്ഷൻ്റെ ബോഡി ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഒരു കോളൻ ഇട്ടിട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനൊരു ഫംഗ്ഷൻ ഇൻട്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു കാർ എന്ന് പറയുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിൽ ഇൻട്രോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് ആയിരിക്കണം. അതിൽ വോയിഡ് ആവരുത്, നമ്പർ ഒന്നും ആവരുത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. അതാണ് ഈ പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. കോളൻ കഴിഞ്ഞിട്ട് പറയുന്ന പാർട്ട് റിട്ടേൺ ടൈപ്പാണ്. ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ക്ലാസ്സിൽ നമുക്ക് സാധാരണ നോർമൽ ഫംഗ്ഷൻ ഉണ്ട്, പബ്ലിക് ഫംഗ്ഷൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് എക്കോ ആം ഡ്രൈവിങ് നമ്മൾ നെയിം എക്കോ ചെയ്യും. പിന്നെ അതിനുശേഷം ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആക്സലറേറ്റ്, അതും നോർമൽ ഒരു എക്കോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും വർക്ക് ചെയ്യും. പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിനോട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയാം. അതാണ് അഡീഷണൽ വരുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ഇതേ സെയിം നെയിമിലൊരു ഫംഗ്ഷൻ ഉണ്ടാവണം. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിലും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആക്സസ് മോഡിഫയർ, ഇത് ഈ നമ്മൾ കൊടുത്ത ആക്സസ് മോഡിഫയറോ അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് മോഡിഫയറോ ആയിരിക്കണം. അതായത് ഇപ്പോൾ പബ്ലിക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിലും പബ്ലിക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൊട്ടക്റ്റഡും പ്രൈവറ്റും ഒക്കെ അതിനേക്കാൾ റെസ്ട്രിക്ഷൻ കൂടുതലാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ കുറഞ്ഞത് ആണെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നെങ്കിൽ എനിക്ക് പ്രൊട്ടക്റ്റഡോ പബ്ലിക്കോ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു സെയിം ഫോൾഡറിൽ തന്നെ എനിക്ക് od.php എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതൊരു ക്ലാസ് തന്നെയാണ്. അതിനും ഞാൻ നെയിം സ്പേസ് കൊടുത്തിട്ടുണ്ട്, വെഹിക്കിൾസ് എന്ന് പറഞ്ഞ നെയിം സ്പേസ് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഫയൽ car.php എന്ന് പറഞ്ഞ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, റിക്വയർ വൺസ് എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കാർ എന്ന് പറഞ്ഞ ക്ലാസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ OD എന്ന് പറയുന്നത് സാധാരണ ഒരു ക്ലാസ്സാണ്, അബ്സ്ട്രാക്ട് ക്ലാസ് ഒന്നല്ല, സാധാ ക്ലാസ്സാണ്. എക്സ്റ്റെൻസ് കാർ, അതായത് ഈ ഒരു OD എന്ന് പറഞ്ഞ ക്ലാസ് കാർ എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ അവിടെ കൊടുത്തൊരു ഫംഗ്ഷൻ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറർ വരും. അതായത് വെഹിക്കിൾസ് OD ഡസ് നോട്ട് ഇംപ്ലിമെൻറ്റ് മെത്തേഡ് ഇൻട്രോ. കാരണം ഈ ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്, അതിൽ ഇൻട്രോ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. അത് നിർബന്ധമായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ പോയി. അതിൻ്റെ ആക്സസ് മോഡിഫയർ നോക്കണം, പബ്ലിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. പബ്ലിക്കിന് പകരം ഞാൻ പ്രൊട്ടക്റ്റഡ് ആക്കണം. പ്രൊട്ടക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് എറർ കിട്ടും, ഈസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് വെഹിക്കിൾ കാർ ഇൻട്രോ. അതായത് ഈ ഒരു ക്ലാസ്സിലുള്ള ഇൻട്രോ എന്ന് പറയുന്നത് മെയിൻ ക്ലാസ്സിലുള്ള ഇൻട്രോൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനായിട്ട് മാച്ചിങ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അബ്സ്ട്രാക്ട് ക്ലാസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് ആക്സസ് മോഡിഫയർ ആണോ കൊടുക്കുന്നത് ആ സെയിം ആക്സസ് മോഡിഫയറോ അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് മോഡിഫയറോ നമ്മൾ ഉപയോഗിക്കാം. അവിടെ നമ്മൾ ഉപയോഗിച്ചത് പബ്ലിക്കാണ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി റെസ്ട്രിക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, പബ്ലിക് തന്നെ ആക്കണം. അതേപോലെ തന്നെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നുണ്ട്.
ഇവിടെ ഞാൻ എക്കോ ആക്കി കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുള്ളൂ, അത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് നമ്മൾ കോളൻ ഇട്ടിട്ട് അപ്പുറത്ത് റിട്ടേൺ ടൈപ്പ് കൊടുത്തത് സ്ട്രിങ് ആണ്, അപ്പോൾ അത് കറക്റ്റ് അല്ല. അപ്പോൾ ഈ സ്ട്രിങ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ അടുത്ത എറർ ആവും, നമുക്ക് കിട്ടുന്നത് ഈസ് നോട്ട് കമ്പാറ്റിബിൾ. അതായത് നമ്മൾ ആ ഒരു കാർ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. അബ്സ്ട്രാക്റ്റ് പബ്ലിക് ഫംഗ്ഷൻ ഇൻട്രോ സ്ട്രിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രിങ് റിട്ടേൺ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു എറർ വന്നിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ സ്ട്രിങ് ആക്കാം, എന്നിട്ട് ഇവിടെ സ്ട്രിങ് ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ടൈപ്പ് കൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ പോകും. ഇനി എനിക്ക് ഇതേപോലെ തന്നെ വേറൊരു ക്ലാസ് കൂടെ ഉണ്ട്, വോൾവോ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അവിടെ സെയിം തന്നെയാണ് ചെയ്യുന്നത്. നെയിം സ്പേസ് വെഹിക്കിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിക്വയർ വൺസ് ആ ഒരു ഫയൽ കാർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ എല്ലാ ക്ലാസ്സിനും കാറും ഓഡി വോൾവോ ഈ 3 ക്ലാസ്സിനും ഒരേ നെയിം സ്പേസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കാറ് നമ്മൾ ഓഡിയിലോ വോൾവോയിലോ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് റിക്വയർ വൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അവിടെ യൂസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. യൂസ് വെഹിക്കിൾസ് /കാർ എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കേണ്ടത് സെപ്പറേറ്റ് വേറെ നെയിം സ്പേസ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഈ വോൾവോ എന്ന് പറയുന്ന ക്ലാസ്സും സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഇൻട്രോ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഡെക്സ് ഫയൽ നമുക്ക് ഓഡി വോൾവോ ഈ 2 ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തു. അതായത് റിക്വയർ വൺസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫയൽ സെയിം നെയിം സ്പേസിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നെയിം സ്പേസ് അവിടെ യൂസ് ചെയ്യണം. യൂസ് വെഹിക്കിൾസ് /OD യൂസ് വെഹിക്കിൾസ് /Volvo. അതായത് ഇതാണ് നെയിം സ്പേസ്, അതിൻ്റെ കൂടെ ആ ഒരു ക്ലാസിൻ്റെ പേര് കൂടെ / ഇട്ടിട്ട്. അപ്പോൾ യൂസ് എന്ന് പറയുന്ന കീവേഡാണ് അവിടെ കൊടുക്കുന്നത്. ഈ ഒരു കീവേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ കീവേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് അവിടെ അൺഡിഫൈൻഡ് ടൈപ്പ് ആയിരിക്കും. അതായത് അങ്ങനെ ഒരു ക്ലാസ് ഇല്ല. അങ്ങനെ ഒരു ക്ലാസ് വേണമെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യണം. ഇനി നമ്മൾ യൂസ് കൊടുത്ത പക്ഷേ ഫയൽ നമ്മൾ ഈ ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ എഡിറ്ററിൽ എറർ ഒന്നും കാണില്ല. പക്ഷേ നമ്മൾ ബ്രൗസറിൽ പോയി റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് വെഹിക്കിൾസ് ഓഡി നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ആ ഒരു എറർ കിട്ടും, ലൈൻ നമ്പർ 9. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലാസ് ഇല്ല, ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫയൽ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫയൽ ആദ്യം ആ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ വേറെ നെയിം സ്പേസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓഡി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ ഓഡീൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഓഡി എന്ന് പറയുന്ന നെയിം പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എക്കോ ഓഡി ഇൻട്രോ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഇൻട്രോ വരും. അതായത് ചൂസ് ജർമ്മൻ ക്വാളിറ്റി എന്താണ് ആ നെയിം എന്താണോ അത് പ്രിൻ്റ് വരും. ഇനി ഒരു ലൈൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം വോൾവോയും സെയിം തന്നെ വോൾവോൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഇൻട്രോ ആണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇനി എന്താണ് നമ്മളെ ബ്രൗസറിൽ വരുന്നത് നോക്കാം. ബ്രൗസർ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ് ചൂസ് ജർമ്മൻ ക്വാളിറ്റി പ്രൗഡ് ടു ബി സ്വീഡിഷ് ആ ഒരു 2 സ്ട്രിങ് വരുന്നുണ്ട്. അത് എന്തിനാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിന് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നെയിം ഒന്നായിരിക്കണം. അതായത് ആ ഒരു ഇൻട്രോ എല്ലാ കാറിനും ഇൻട്രോ ഉണ്ടാവും അല്ലേ. പക്ഷേങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത് ഓരോരുത്തരും സ്പെസിഫിക് ആയിരിക്കും. ഓഡിക്ക് വേറെ ഇൻട്രോ ആയിരിക്കും ഉണ്ടാവുക, വോൾവോക്ക് വേറെ ഇൻട്രോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 2ന് ടൈപ്പ് ഒന്നായിരിക്കണം, സ്ട്രിങ് ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് റെസ്ട്രിക്ഷൻ ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റിയാണ് ഈ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഉള്ള ഫയൽ നമുക്ക് നോർമൽ കൺസ്ട്രക്റ്റ് ഉപയോഗിക്കാം, ഡിസ്ട്രക്റ്റ് ഉപയോഗിക്കാം, സ്റ്റാറ്റിക് ഫങ്ഷൻസ് ഉപയോഗിക്കാം, നോർമൽ ഫങ്ഷൻസ് ഉപയോഗിക്കാം, എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആകെ റെസ്ട്രിക്ഷൻ ഉള്ളത് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ഫങ്ഷന് അതേ നെയിം ആയിരിക്കണം ഇവിടെ വേണ്ടത്, അതേ റിട്ടേൺ ടൈപ്പ് ആയിരിക്കണം. പിന്നെ ആക്സസ് മോഡിഫയർ സെയിം ആക്സസ് മോഡിഫയറോ അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് മോഡിഫയറോ കൊടുക്കണം. അതേപോലെ തന്നെ അവിടെ ഫംഗ്ഷന് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ നിന്നും കൊടുത്തിരിക്കണം. നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലുള്ള ആ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഫംഗ്ഷനിലേക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതായത് ഒരു പാരാമീറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തൊക്കെ എറർ വന്നിട്ടുണ്ട്, നോട്ട് കമ്പാറ്റിബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയും ആ ഒരു വേരിയബിൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ആ ഒരു വേരിയബിൾ കറക്റ്റ് ആക്കുന്ന സമയത്ത് ആ ഒരു എറർ പോകും. അങ്ങനെ എത്രത്തോളം വേരിയബിൾസ് ഉണ്ടോ അത്രത്തോളം നമ്പർ ഓഫ് വേരിയബിൾസ് ഇവിടെയും കറക്റ്റ് ആയിരിക്കണം. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ആക്സസ് മോഡിഫയർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊട്ടക്റ്റഡോ അതിനേക്കാൾ ലെസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷനും ഇല്ലല്ലോ. പബ്ലിക് ആക്സസ് മോഡിഫയർ ആണെങ്കിൽ ആ ക്ലാസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ സെയിം ക്ലാസ്സിലോ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിലോ പുറത്തോ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് തീരെ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു ആക്സസ് മോഡിഫയർ ആയതുകൊണ്ട് പബ്ലിക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് പ്രൈവറ്റ് കൊടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് കൂടുതൽ റെസ്ട്രിക്ഷൻ ഉള്ള ആക്സസ് മോഡിഫയർ ആണ്. ഇനി നമ്മളിവിടെ ഓഡിയിൽ നമ്മൾ ആക്സസ് മോഡിഫയർ പ്രൊട്ടക്റ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് അത് കോൾ ചെയ്യുമ്പം അത് അൺഡിഫൈൻഡ് മെത്തേഡാണ് വരുന്നത്. കാരണം പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ക്ലാസ്സിലോ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിൻ്റെ ഉള്ളിലോ മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ചേഞ്ച് ചെയ്ത് പബ്ലിക് ആക്കും. അതേപോലെ തന്നെ കാറിൽ നമുക്ക് വേറെ 2 ഫങ്ഷൻസ് ഉണ്ട്. ഒരു നോർമൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് കൂടെ നമുക്ക് കോൾ ചെയ്ത് നോക്കാം. എക്കോ ഓഡി ഡ്രൈവ്. ഓഡീൻ്റെ ഡ്രൈവ് എന്ന് പറയുന്ന ക്ലാസ് ഞാനൊന്ന് കോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡീൻ്റെ ആക്സിലറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ഓഡി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാറിൽ നിന്നാണ്. അപ്പോൾ കാറിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അവിടെ നമുക്ക് ആ 2 ഫംഗ്ഷൻ്റെയും ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഈ കാറിലുള്ള ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തോ ചെയ്യാതെയോ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെയും കോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്നത് സാധാരണ ആ ഒരു ക്ലാസിൻ്റെ പേര് പിന്നെ കോളൻ ആ ഫംഗ്ഷൻ്റെ പേര്, അങ്ങനെയാണ് സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് നോർമൽ രീതിയിൽ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലും കോൾ ചെയ്യാൻ പറ്റും. സാധാരണ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ട് വേരിയബിൾസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത എപ്പോഴും ഒരേ ഔട്ട്പുട്ട് തന്നെ തന്നുകൊണ്ടേയിരിക്കുന്ന ഫങ്ഷൻസ് ഒക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അതിലേക്ക് വേരിയബിൾസ് ഒന്നും പാസ് ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ട്. സാധാരണ വേരിയബിൾസ് ഒക്കെ പാസ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൺസ്ട്രക്ടറിലേക്കാണ്. ഇവിടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ ക്ലാസ് കോളൻ എന്നിട്ട് ആ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും.